അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഒന്ന് നേരത്തെ ഞാനിന്ന് എൻ്റെ തിരുമ്പലൊക്കെ ഒന്ന് കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ചെറിയ മഴയാണ്. അപ്പോൾ രാവിലെ തന്നെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോക്കണ്ടല്ലോ, ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴയാണെങ്കിൽ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിക്കോളും. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പം ഇന്ന് അവർ മക്കളൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി കുറച്ച് നേരത്തെ എല്ലാം തീർക്കണം. ഇപ്പം മോനൂസ് ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ആഷിമോൻ്റെ ഡൂക്കാണ്, അവൻ ഡൂക്ക് എന്നാണ് പറയുക. അപ്പോൾ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞങ്ങനെ അവന് ബൈക്കിന് വേണ്ടി അല്ലാതെ പൂതി വെച്ചപ്പോൾ വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ മോന് ആഷിക്കും പള്ളിയിൽ പോകാനുള്ള പൂതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അടങ്ങി നിൽക്കില്ല. അപ്പോൾ പിന്നെ ഓനെ കൊണ്ടുപോയാൽ ശരിയാവില്ല. അപ്പോൾ ഓരോരോ കള്ളത്തരം പറഞ്ഞിട്ട് പോവാണ് ഓല്. സ്കൂൾക്കാണ്, ട്യൂഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളവിടെ എന്താണ്, മഴയൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടോ, ഉച്ച 12 മണി ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടോ, നല്ല മൂടലാണ്, മൂടി നിൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു. ഇന്നും പെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. എന്നാലും ചൂടിനൊരു കുറവില്ല കേട്ടോ. ഭൂമി തണുക്കാനുള്ള മഴയൊന്നും പെയ്തിട്ടില്ല, ചൂട് കൂടിയൊക്കെയാണ്. ആശിക്കുട്ടൻ കണ്ടോ, അവനെന്തായാലും കൊണ്ടുപോയില്ല. അപ്പം ഞാൻ കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഓന് ബൈക്കുമ്പോൾ കളിച്ചും കുറേ അടുക്കളയിൽ ഇന്നെ സഹായിക്കും. ഇപ്പോൾ ഓല് വരുവോളം അവൻ ആ സമയം അങ്ങനെ കഴിച്ചണം, അല്ലെങ്കിൽ പിന്നെ ഓലെ കൂടെ അങ്ങനെ പോയിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അകം തുടക്കണുണ്ട്, എല്ലാം വേണ്ടെടുക്കുക. 1:30 മണിയാകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കണം, അകം തുടക്കണം, പാത്രം കഴിക്കണം, മുറ്റടിച്ച് വരണം. വീട്ടമ്മമാർക്ക് അറിയായിരിക്കും, എല്ലാം എന്നുള്ള ജോലിയാണ്. അതിൻ്റെ ഇടയിൽ അവന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ജ്യൂസ് അടിച്ചു കൊടുത്തു. ഇപ്പോൾ ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ കാലമായതുകൊണ്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊന്നും വാങ്ങാൻ പോവണ്ട. എല്ലാ വീട്ടിലെ അടുക്കളയിലും ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അവന് മാങ്ങ ഉണ്ടായിരുന്നു, തറവാട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിരുന്നു ഉമ്മ. അപ്പോൾ മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കണം, ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഒപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാനാവില്ല എന്ന് കരുതിയതാണ് കേട്ടോ. അപ്പം മക്കൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറി തന്നെ വേണം. അപ്പോൾ ഇന്ന് സമയമാണെങ്കിൽ വിചാരിച്ച പോലെ ആയില്ല, കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. ചിലപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കും വെള്ളിയാഴ്ച ആകുമ്പോൾ, ചിലപ്പോൾ മന്തിയോ ചിലപ്പോൾ തേങ്ങാച്ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിന്ന് സാധാ ചോറും മോരും ചിക്കനും ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവന് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞു വരുന്നത്. വലിയ മോന് നെയ്ച്ചോറ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ സമയമാണെങ്കിൽ കുറവാണ്, പിന്നെ കുക്കറിലിട്ടാൽ പെട്ടെന്നാവുമല്ലോ. ചിക്കൻ ഞാൻ പൊരിച്ച് ചിക്കൻ കടായി ഉണ്ടാക്കാമെന്നിട്ടോ കരുതിയത്. നെയ്ച്ചോറൊക്കെ ഇവിടെ ഏറ്റവും ഇഷ്ടം മക്കൾക്കൊക്കെ ചിക്കൻ കടായി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിനുള്ള സമയമല്ല, ചിക്കൻ പൊരിച്ച് കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് സമയമെടുക്കും. അവർ പള്ളി വിരിഞ്ഞ് വരുമ്പോഴേക്കും ഭക്ഷണമൊന്നും ആവില്ല. അപ്പോൾ അത് പൊരിച്ചിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി. മനസ്സിൽ പല പല ഐറ്റംസ് വരുന്നുണ്ട്. ചിക്കനുകൊണ്ട് അതുണ്ടാക്കുക, ചിക്കനുകൊണ്ട് ഇതുണ്ടാക്കുക. പക്ഷെ സമയം നോക്കുമ്പോൾ നാടൻ കറിയാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ പിന്നെ അതുതന്നെ ഉണ്ടാക്കലേ നടക്കുള്ളൂ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഉള്ളി തൊലിച്ചെടുക്കൽ. അത് വല്ലാത്ത പ്രയാസമുള്ളൊരു കാര്യമാണ്. എനിക്ക് കുറേ സമയം എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ അങ്ങോട്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ കരുതി ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ, എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ചിക്കനൊന്ന് വേവിക്കാൻ വെച്ചിട്ടോ. മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്തിരി സാധനങ്ങളിട്ടിട്ട് ചിക്കന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. ഇച്ചിരി ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കും തന്നെ കറി നാടൻ കറിയാണ് പെട്ടെന്ന് ആവുകയെന്ന് വെച്ചാലും എനിക്കും അതിനോട് ഇത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് നെയ്ച്ചോർക്ക് ഒരുപാട് കറിയൊന്നും ഇഷ്ടമല്ല, കുറഞ്ഞൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് എനിക്കും ഇഷ്ടം. ഇതിൻ്റെ ഇടയിൽ അവർ പള്ളി പിരിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കാത്തിക്കണമെന്ന് പറഞ്ഞു ഞാൻ. മോനോസ് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പിന്നെ ഇടങ്ങാറാക്കണുണ്ട്. വിശക്കണുണ്ടാവും, സമയം കുറേ ആയില്ലേ. അപ്പോൾ പിന്നെ ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. എന്തായാലും അരമണിക്കൂർ എടുക്കും. പിന്നെ ഇപ്പോൾ 10 മിനിറ്റല്ലേ എന്ന് കരുതിയിട്ട് അവൻ പോയിക്കോളും. അപ്പോൾ തൽക്കാലം അങ്ങോട്ട് ഫോണും കൊണ്ടിട്ട് പോയിട്ടുണ്ട് കാണാൻ. ഇതിൻ്റെ ഇടയിൽ ആഷിമോൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. അവനിപ്പോൾ 4-ാം വയസ്സിലെ നട്ടപ്പിരാന്താണ്. എന്തെങ്കിലുമൊക്കെ പിന്നെ ചെയ്തുകൊണ്ട് നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഓനെ പോയി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് കടായി ചിക്കൻ കറിയിൽ
പുതുതായിട്ടൊന്നും ഇടുന്നില്ല. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചീരുള്ളി ഒരു 2-3 തക്കാളി ഒക്കെ ഇട്ട് ഞാനൊന്ന് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള കറി ആയതുകൊണ്ട് വെറൈറ്റി ഒന്നല്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചിക്കൻ കടായി ഉണ്ടാക്കുന്നത്, ചിക്കൻ കറി ഉണ്ടാക്കുന്നതും. അതിങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ നെയ്ച്ചോറ് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഉപ്പിടാൻ നോക്കുമ്പോൾ പാത്രത്തിലൊരു തുള്ളി ഉപ്പുമില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി വാടാൻ വേണ്ടിയൊക്കെ വെച്ചു കേട്ടോ. എന്നാലും ഇവിടുത്തെ നമ്മൾ അല്ലറ ചില്ലറ പണി കഴിയുമ്പോഴേക്കും ഉള്ളിയൊക്കെ വാടി കിട്ടിക്കോളും. ഉള്ളി വാട്ടലൊക്കെയാണ് കറി ഉണ്ടാക്കുമ്പോൾ ടൈം പോണ പരിപാടി. ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് എന്തായി നിന്ന്. ഉള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ആഷിമോ ഞാൻ പറഞ്ഞതിനനുസരിച്ച് എൻ്റെ പ്രതിധ്വനിയായിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഉള്ളി ഒരു ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ആവണ്ട, ഒരുപാടാകാനുള്ള സമയമല്ല. മക്കൾക്ക് ക്ഷമ കിട്ടണം. ഇനി നമുക്ക് ജ്യൂസ് അടിച്ച് വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തക്കാളി ഈ ഐറ്റംസ് തീക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ കടായിക്കിടുന്ന പോലെ ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിച്ചപ്പ്, അതുപോലെ തക്കാളി സോസ്, തൈര് ഇത്രയൊക്കെ ചേർത്തിട്ട് പിന്നെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ചിക്കനും ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കി എടുത്തു. അപ്പോൾ ടേബിളിൽ റെഡിയായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ക്ഷമ പറ്റ നശിച്ചു പോയി. ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാനുള്ള ശേഷി ഒലിക്കില്ല. ആശിക്കുട്ടൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ അവർ കഴിക്കട്ടെ, എനിക്ക് ഇച്ചിരി കൂടി ജോലിയുണ്ട്.